എൻ്റെ മോനെ fish on. Yes. Yes, fish on. Yes. Yes, fish on. ചേറും പിടിക്കാൻ നമ്മുടെ റിയൽ വാൻ്റെ ഒരു വെഡിയും പോകാൻ സാധനം വരുന്നുണ്ടോ. നമ്മുടെ റിയൽ വാൻ്റെ കോക്കോ എന്ന് പറയുന്ന ഫ്രോ കേട്ടോ. നല്ല കാസ്റ്റിങ്സ് കിട്ടും, എല്ലാം കൊണ്ടൊരു മുതൽ സാധനം കേട്ടോ. നല്ല വെൽ പാക്ഡ് സാധനം വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളാണെങ്കിൽ ഈ സാധനത്തിന്റെ ഡീറ്റെയിൽ ഉള്ള റിവ്യൂ ആണ് ചെയ്യേണ്ടി വന്നത് കേട്ടോ. നമ്മുടെ റിയൽ വാൻ്റെ കോക്കോ എന്നാണ് നമ്മുടെ ഫ്രോഗിന്റെ പേര് വന്നിരിക്കുന്നത്. 11 തൊട്ട് 12 ഗ്രാമാണ് നമ്മുടെ ഫ്രോഗിന് വെയിറ്റ് വന്നിരിക്കുന്നത്. 5.5 സെന്റിമീറ്റർ കേട്ടോ. ഇതാണ് ഫ്രോഗ് കേട്ടോ. ഇത്രയും ഫ്രോഗിന് ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ നല്ല ലോങ് കാസ്റ്റിംഗ് കിട്ടും. 12 ഗ്രാമോളം വെയിറ്റ് ഉണ്ട് കേട്ടോ. എയറോഡൈനാമിക്കിന്റെ ഷേപ്പാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. നിങ്ങൾ നോക്കി എന്നാ ഒരു ഷേപ്പാന്ന് നോക്കി. നല്ല കറക്റ്റ് വരാലിന്റെ ചേർമിന്റെ വാലോട്ട് കറക്റ്റ് ആയിട്ട് കയറി നല്ല പക്കായിട്ട് ഹുക്ക് ആകും കേട്ടോ. പിന്നെ ഇതിന്റെ ഹുക്ക് നിങ്ങളുണ്ടോ, നല്ല ഹെവി ആയിട്ടുള്ള കാർബൺ സ്റ്റീൽ ഹുക്കാണ് വന്നിരിക്കുന്നത്. നല്ല കിടുക്കാച്ചായിട്ട് ഹുക്ക് പ്രേഷർ ഉണ്ട്. ഇത്രയും ഹുക്ക് പ്രേഷർ വരുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ വെയിറ്റ് എവിടെയാണ്. ഇതിന്റെ വെയിറ്റ് ഇതിന്റെ അകത്തുണ്ട് കണ്ടോ. ഇങ്ങനെയാണ് വെയിറ്റ് വെച്ചേക്കുന്നത്. ഇത് ഒരിക്കലും പറഞ്ഞു പോകത്തില്ല. അതിന്റെ പുറമെ ഒരു കവറിങ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന്റെ ഫ്രണ്ടിൽ നിങ്ങൾ നോക്കിയാൽ ഒരു കമ്പി വന്നിരിക്കുന്നുണ്ടോ. സിവിലും കാര്യങ്ങളൊന്നുമല്ല, നല്ല കിടുക്കാച്ചിട്ട് വെച്ചേക്കുന്ന കമ്പി വന്നിരിക്കുന്നത്. ചേർമീൻ അടിച്ചാൽ പോലും പൊട്ടി പോകത്തില്ല കേട്ടോ. എന്നിട്ട് ഇതിനകത്തൂടെ തന്നെ ഒരു കമ്പിയിൽ നമ്മുടെ സിവിലിട്ട് സ്പ്ലിറ്ററിങ് ഇട്ടൊരു ഒരു ഇല ബോർഡർ സ്പിന്നർ കണ്ടാ. നല്ല അടിപൊളി ആക്ഷൻ കാലം കിട്ടും. പിന്നെ നമ്മുടെ ഫ്രോഗിന്റെ റബ്ബറിന്റെ ആ ഒരു ക്വാളിറ്റി നിങ്ങളെ കാണിച്ചിട്ടുണ്ട്. എന്താണ് ഊരിതല്ലേ. ഇങ്ങനെ ഞാൻ വലിച്ചു കാണിക്കാം. പിന്നെ ഇങ്ങനെ വലിച്ചു കാണിക്കാം. ഇത് കണ്ടോ, വലിയ നീളമുണ്ടോ. എത്ര ഇതാണെങ്കിലും സാധനം കീറിപ്പോത്തില്ല. അതാണ് ഇതിന്റെ റബ്ബറിന്റെ ക്വാളിറ്റി. അത്രയും നല്ല പെർഫെക്ഷനിലാണ് നമ്മുടെ റിയൽ വാർ ഫ്രോഗിൽ ഇറക്കുന്നത്. നല്ല അടിപൊളി ഡിസൈനാണ് നമ്മുടെ ഫ്രോഗിന് വന്നേക്കുന്നത്. കണ്ടോ, നല്ല റെഡും അതുപോലെ ബ്ലാക്കും എല്ലാം കൂടെ ചേർന്ന അടിപൊളി ഡിസൈനാണ്. കറക്റ്റ് ഒരു ഓന്തിനൊക്കെ പോലെ ഉണ്ടല്ലേ. എന്തൊക്കെയാണ് നമ്മുടെ ഈ ഫ്രോഗിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, റെഡ് ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ഒരുപാട് കളേഴ്സ് ഉണ്ട്. ബ്ലാക്ക് ഒക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള കുറച്ച് പീസേ ഉള്ളൂ. അപ്പോൾ നമ്മളാണ് ജസ്റ്റ് ഒന്ന് എല്ലാം എടുത്തൊന്നുള്ളൂ കേട്ടോ. എന്തൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് നമ്മുടെ വരാലിനെ ചേർമീനൊക്കെ പിടിക്കാണ്ടി പോകട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഫ്രോഗ് ഉണ്ടല്ലോ, ആർക്കെങ്കിലും വായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സംഘടനയിലുള്ള ആംഗ്ലേഴ്സ് പാഡേഴ്സ് ടാക്കിൾസ് ഉണ്ട്, നമ്മുടെ ഇസാഫിഷൻ ടാക്കിൾസ് ഉണ്ട്, നമ്മുടെ ഡ്രീം ഫിഷ് ഷോപ്പ് കാർഡിലുണ്ട്. അതുപോലെ നമ്മുടെ കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ട ഷോപ്പുകളെല്ലാം തന്നെ നമ്മുടെ റിയൽ വാൻ്റെ ഫ്രോഗുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ എല്ലാ നമ്പറും ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ആഡ് വെച്ചേക്കാം. അപ്പോൾ നമ്മളിന്ന് ഇത് വെച്ച് തകർത്ത് വരാലിനെ ചേർമീനെ പിടിക്കാണ്ടി പോകട്ടോ. റിയൽ വാരിയറിന്റെ കോക്കോ. അപ്പോൾ വൈകുന്നേരമായപ്പോൾ നമ്മൾ നേരെ കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു 5 മണി സമയമായിട്ടുണ്ട്. അപ്പോൾ നമ്മളാണെങ്കിൽ നമ്മുടെ പുതിയ ഫ്രോ എടുത്തിട്ടുണ്ട്, നമ്മുടെ റിയൽ വാറിൻ്റെ കോക്കോ ഫ്രോ കേട്ടോ. എന്താണെങ്കിലും ഇത് ചേർമീൻ അടിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. പക്ഷേ നമ്മൾ ഇതെല്ലാം എങ്ങനെയാണ് വരാലിട്ട് നോക്കാണ്ട് വന്നേക്കോട്ടോ. വരാൽ ഉറപ്പായിട്ടും അടിക്കും, ഹുക്കപ്പ് ആവും, അതുപോലെ എങ്ങനെയുണ്ട് കാസ്റ്റിങ് എല്ലാം കൂടെ നോക്കാൻ വന്നേക്കോട്ടോ. കൂടുതൽ എൻ്റെ കൂടെ അൽജിനുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളൊരു വലിയ ഒരു കണ്ടത്തിൽ വന്നേക്കോ. നമ്മളിവിടെ നേരത്തെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, മീൻ പിടിക്കുന്ന കേട്ടോ. വരാലൊക്കെ കൂടി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ചെറുമീൻ ലക്കൊണ്ട് അടിക്കും കേട്ടോ. ഓക്കെ, ചെറുമീൻ ലക്കൊണ്ട് അടിക്കുവാണെങ്കിൽ അത് നമ്മുടെ ഭാഗ്യം എന്ന് പറയാം കേട്ടോ. എന്തൊക്കെയാണ് നമുക്ക് ഒത്തിരി ഇതാക്കാം. നമുക്ക് നേരെ കാസ്റ്റിംഗ് സമയം നല്ലതായിട്ട് ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്താണ് കൂടുതൽ മീൻ അടിക്കുന്നത്. അവിടെയൊക്കെ ഉണ്ട് ഭയങ്കര വെയിലുണ്ട്. ഇത്ര നേരം ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. ക്ലൗഡൊക്കെ നോക്കിയാൽ ഒന്നുമില്ല, ഭയങ്കര കത്തി നിൽക്കുക ഇത്ര നേരം. അവിടേക്ക് ഇപ്പോഴും വെയിലുണ്ട്. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു തണുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മൾ ഒത്തിരി ഇതാക്കാതെ നേരെ കാസ്റ്റിങ്ങിലേക്ക് പോകാം കേട്ടോ. നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. ഒരാളെ അടിയുണ്ടോ. ഫ്രോഗിനെ കണ്ട് മേടിച്ചു പോയോ. ഫിഷ് ഓൺ. മാന്താപ്പും കുന്താപ്പും ഒന്നും അരുതൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കോക്കോയിൽ ഫസ്റ്റ് മീൻ കേട്ടോ. യെസ്, നല്ല വരാലോടാ, അടിപൊളി വരാലുവാ, കിടുക്കാച്ചി വരാല്. എൻ്റെ പോന്നെ. അപ്പോൾ നമ്മുടെ കോക്കോയിൽ കണ്ടോ, ഇത്രയും വലിയ ഫ്രോഗിൽ നാടനാണ് ഇത് കണ്ടോ. ഇവിടെ കോക്കോ ഫ്രോ വായിക്കുന്നുണ്ടോ ഹുക്കായിട്ട്. അടിപൊളി ഹുക്കപ്പേ. ഓക്കെ, ഇത് കണ്ടോ, നല്ല കിണ്ണം കാച്ചിട്ട് ഒരാൾ കേട്ടോ. എങ്ങനെ കളിച്ചാലും ഒരു 1/2 കിലോ മണ്ടയിൽ ഒരു 3/4 കിലോ ഒക്കെ വരുന്ന ഒരാൾ കേട്ടോ. ഇതോടെ ലെങ്ത് വെച്ച് നോക്കിയാൽ നല്ല അടിപൊളി ലെങ്ത്. റോഡ് വെച്ച് നിങ്ങൾ കമ്പയർ നോക്കിയോ, നല്ല കിടുക്കാച്ച് വരാൽ. നല്ല ഫൈറ്റും കിട്ടിയാൽ കേട്ടോ. നമുക്കൊരു മീൻ അവിടുന്ന് ജമ്പ് ചെയ്ത് പോയായിരുന്നു. ആ മീനിൻ്റെ പുറകെ വന്നിട്ട് അടിച്ച കേട്ടോ. അടിപൊളി, നല്ല നാടൻ കേട്ടോ. വിയറ്റ്നാമി ഒന്നും നിങ്ങൾ അടിച്ച ആ പാറ്റേൺസ് കണ്ടോ, നല്ല പാറ്റേൺസൊക്കെ ഉള്ള വരാൽ കേട്ടോ. ഓക്കെ, ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഫ്രോഗ് വായിന്ന് അൺഹുക്ക് ചെയ്യാം. നാക്കിക്കൂടെ കയറിയിരിക്കുന്നത് ഇതുണ്ടോ. അയ്യോ എൻ്റെ പൊന്നടാ, ഊരത്തില്ലടാ. ഇതുണ്ടോ ഈ സാധനം കണ്ടോ. ഇത് അടിപൊളി ഒരു സാധനം കേട്ടോ, ഹുക്ക് റിമൂവ് ചെയ്യാനായിട്ട്. നേരെ ഹുക്കിലോട്ട് ഇങ്ങനെ കയറ്റി കണക്ട് ചെയ്യുക. അതെ, ഇങ്ങനെ തള്ളിയാൽ അതുണ്ടോ, ഇങ്ങനെ കയറി ഇരുന്നോളും. നമ്മുടെ കയ്യിലും പറ്റിക്കേണ്ട, ഒന്നും പറ്റിക്കേണ്ട. അതുണ്ടോ, ഇങ്ങനെ കയറിയിരിക്കും. കറക്റ്റ് ഇങ്ങനെ തള്ളിക്കഴിഞ്ഞാൽ ഉരിയും വരും. പൊളി സാധനം കേട്ടോ, ഒന്നും പറയില്ല. നമ്മുടെ പാഡേഴ്സിൽ ഈ സാധനം ഉണ്ട് കേട്ടോ. എല്ലായിടത്തും ഉണ്ട്, നമ്മുടെ കേരളത്തിലും എല്ലാ ഷോപ്പിലും ഉണ്ട്.
നമ്മുടെ കയ്യിലും പറ്റിക്കണ്ട മീനെ കണ്ട അടിപൊളി സൈസ് വരാൽ. ഓക്കെ, അപ്പോൾ നമ്മൾ കോക്ക ഉദ്ഘാടിപ്പിച്ച് തന്നെ നല്ലൊരു മീനായിട്ട് കേട്ടോ. എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. മീൻ കിട്ടുമെന്ന കാര്യം വരാൽ പിടിക്കാനായിട്ടും കൊള്ളാം കേട്ടോ. നല്ല അടിപൊളി സാധനമാണ്. ചെറുമീൻ പിടിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധനം എഫക്റ്റീവ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വരാൽ പിടിക്കാൻ വന്നേ ഉള്ളൂ. എന്തൊക്കെയാണ് നമുക്ക് നേരെ അടുത്ത കാസ്റ്റിംഗ് വെക്കാം. നമ്മുടെ സെയിം ഫ്രോഗ് ഉപയോഗിച്ചിട്ട് കേട്ടോ. കിണ്ണം കാച്ചി വരാൽ. അപ്പോൾ നമ്മുടെ അടുത്ത മീൻ നമുക്ക് പിടിക്കാൻ പോകും കേട്ടോ. മറ്റേ മീൻ നമ്മൾ ബാഗിൽ കയറ്റി നല്ലൊരു ഫൈറ്റ് കിട്ടി കേട്ടോ. അത് ഇവിടെ നിന്നാണ് മീൻ അടിച്ചത്. ഓക്കെ, ടൈറ്റായിട്ടിരിക്കുമായിരിക്കും. ഓ ഇല്ല, കുഴപ്പമില്ല. അത്യാവശ്യം മീനുണ്ട്, പക്ഷെ വെള്ളം അങ്ങ് പറ്റിപ്പോയി ഇവിടെ ഒക്കെ. നേരത്തെ ചെറുമീനാണ്, പക്ഷെ അത് വരാലായിരുന്നു. ഫുള്ള് കാടാ അവിടെ എല്ലാം. പാമ്പൊക്കെ ഉറപ്പായിട്ടും കാണും. എൻ്റെ പൊന്നെ അവിടെ ഒരു ഗ്യാപ്പുണ്ടോ? അത് ഇവിടെ കറക്റ്റ് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അതിനകത്തൊക്കെ വീണ ചില പട്ടി പൊട്ടും. അടിപൊട്ടാൻ മീൻ വേണ്ടല്ലേ? വീഡിയോ ആണോടാ? നമ്മൾ അടുത്ത മീൻ അടിച്ചിട്ടുണ്ട്. യെസ് 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 കൊക്കോയില്ല. ചെറിയ ഫ്രോഗ് കേട്ടോ, പക്ഷേ വലിയ ഫ്രോഗ് കേട്ടോ. ചെറിയ മീൻ അതായത് നല്ല ഹുക്കപ്പ്. അതുകൊണ്ട് ഗൈസ് ഇത്രയും വലിയ ഫ്രോഗ് ഏകദേശം നല്ല വലിപ്പമുള്ള ഫ്രോഗ്. നിങ്ങൾ ഈ വിരൽ വെച്ച് നോക്കി. ഇത്രയും വലിപ്പമുള്ള ഈ ഫ്രോഗിലാണ് ഈ മീൻ കിട്ടിയിരിക്കുന്നത്. രണ്ടാമത്തെ മീൻ കേട്ടോ, നാടൻ വരാൽ കേട്ടോ. ഇത്ര ലെങ്ത് ഉണ്ട് കേട്ടോ. നല്ല കിടുക്കാച്ചിയുടെ ഹുക്ക് അയക്കുന്നത്. ഒരു ഫോട്ടോ എടുക്കണം ഇതിൻ്റെ ഹുക്കപ്പിൻ്റെ. അത് എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. നല്ല ഫ്രോഗ് കേട്ടോ. കാര്യം നല്ല കാസ്റ്റിംഗ് കൊണ്ട് വരാലടിച്ചിട്ട് കയറുന്നുണ്ട്. ഈ ചെറിയ വരാൽ നമുക്ക് കയറുന്നുണ്ട് കേട്ടോ. ഓക്കെ ഉണ്ടാ. അപ്പോൾ ഇതുണ്ട് എൻ്റെ കണ്ണൂർ തുളഞ്ഞ് കയറി കേട്ടോ. ഒരു ഹുക്ക്, 2 ഹുക്ക് ഊരിയിട്ടുണ്ട് നമ്മുടെ ഫ്രോഗ് കൊക്കോ. നല്ല ഫ്രോഗ് കേട്ടോ, ഒന്നും പറയാനില്ല. നല്ല കാസ്റ്റിംഗ് കൊണ്ട്, നല്ല ഹുക്കപ്പ് കൊണ്ട്, എല്ലാം കൊണ്ടും ഒരു മെച്ചമുള്ള ഫ്രോഗ് കേട്ടോ. നമുക്ക് നേരെ ബാഗിലേക്ക് ഇട്ടാം കേട്ടോ. ഓക്കെ സെറ്റ്. അപ്പോൾ നമുക്ക് നേരെ അടുത്ത കാസ്റ്റ് ചെയ്യാം. കാര്യം ഇഷ്ടംപോലെ മീൻ കിടപ്പുണ്ട് കേട്ടോ. നമുക്ക് എവിടെ നിന്ന് അടി കിട്ടുന്ന ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. വാവ്, നല്ല കാസ്റ്റിംഗ് കേട്ടോ. എൻ്റെ പൊന്നെ, എൻ്റെ പൊന്നെ. എന്റെടാ ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷ് ഓൺ. അതെ 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 യെസ്, വരാലോടാ, വരാലോ. അപ്പോൾ നമ്മുടെ കൊക്കോ, റിയൽ വാറിൻ്റെ കൊക്കോയിൽ കിടുക്കാച്ചി വരാൽ. മറ്റേനാടാ, നാടനല്ല. ഇത് വിദേശിയാണ്. നാടൻ വരാലായിട്ട് തോന്നിക്കുന്നില്ല. എൻ്റെ പൊന്നോടെ ഇതൊക്കെ കിട്ടുക നല്ല മാന്താപ്പായിട്ടോ അല്ലേ? വീഴോണാണോടാ? എൻ്റെ പോലെ ഞാൻ കാണിച്ചു തരാം. ഈ മീനെ കൃത്യമായിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഓക്കെ, ഇത് വെച്ചോട്ടെ. റോഡ് വെച്ച് ആദ്യം ലെങ്ത് ഒന്ന് കാണിക്കുവാൻ ഞാൻ. ഇതുണ്ടോ, ഇത്ര ലെങ്ത് ഉണ്ട് കേട്ടോ. കിടുക്കാച്ചു തരാമല്ലോ കേട്ടോ. നല്ല അടിപൊളി ഹുക്കപ്പും ഉണ്ട്, എല്ലാം കൊണ്ട് അടിപൊളിയാട്ടോ. അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. നമ്മുടെ ഫ്രോഗ് മീൻ്റെ വായിക്കുന്ന കാണിച്ചു തരാവേ. ഉണ്ടോ, അടിപൊളി ഹുക്കപ്പ് കേട്ടോ. കോക്കോ എല്ലാം നാക്ക നമുക്ക് ഇതിൻ്റെ ഹുക്കാവുന്നത് കേട്ടോ. ഊരിയിട്ടുണ്ട് കേട്ടോ ഫ്രോഗ്. ഓക്കെ, ഹുക്കപ്പൊക്കെ പക്ക എന്ന് പറഞ്ഞാൽ ഹുക്കപ്പാണ്. ഷാർപ്പായിട്ടുള്ള ഹുക്കും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇതുണ്ടോ, അതാണ് നമ്മുടെ കോക്കോ ഫ്രോഗ്. കൊള്ളാം. ഇതുണ്ടോ, കിടുക്കാച്ചി വരാൽ. ഒടുക്കത്തെ സ്ട്രൈക്ക് ആണ് കേട്ടോ. കിടുക്കാച്ചി എന്ന് പറഞ്ഞാൽ മാരക സ്ട്രൈക്ക്. വലുപ്പം കേട്ടോ ഒരാളുടെ. ഇത്ര വലുപ്പമുണ്ട് കേട്ടോ. കിടുക്കാച്ചി കേട്ടോ. ഇച്ചിരി ഇരുട്ടൊക്കെ ആയിട്ടുണ്ട്. അതിൻ്റെ ലൈറ്റിന് ചെറിയ വിഷയമൊക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണേലും പൊളിച്ചിട്ടുണ്ട്. നമ്മൾ വന്ന ദിവസം നല്ല ദിവസമാണ്. 1.5 കിലോ ആയിരിക്കും അല്ലേ? 1.5 കിലോ ഉറപ്പാണ്. കാര്യം വിയറ്റ്നാം വരാലോ കേട്ടോ. നല്ല ഹെവി. 1.5 കിലോ 1.25 കിലോ ഉറപ്പായിട്ടും കാണും കേട്ടോ. അത്ര വലുപ്പമുണ്ട് കേട്ടോ. വിയറ്റ്നാമി ആണ്ട് കേട്ടോ. നാടാണ് ഇത്ര വലുപ്പമൊന്നും വരത്തില്ല. ഹെവി സാധനം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ അടുത്ത കാസ്റ്റിംഗിലേക്ക് പോകാം. നമ്മുടെ സെയിം ഫ്രോഗ് നമ്മുടെ കോക്കോ ഉപയോഗിച്ചാണ് കേട്ടോ. ഓക്കെ, ഇതൊരു കണ്ടോ കേട്ടോ. ഈ കണ്ടത്തിൽ നമുക്ക് മീൻ അടിച്ചു കേട്ടോ. പലജിനൊക്കെ ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ അടുത്ത കാസ്റ്റ് ചെയ്യാണ്ടി പോകണം അൽജിൻ. ഞാൻ എറിയാണ്ടി പോകണം. ഇവിടെ നമുക്ക് ഒരു ഫോളോയും സ്ട്രൈക്കും കിട്ടിയൊരു സ്ഥലമാണ് കേട്ടോ. പക്ഷെ അത് നമുക്ക് പിന്നെ അടിച്ചില്ല. അതെനിക്ക് തോന്നുന്നു ഇപ്പം തന്നെ ആകാൻ ചാൻസ് ഉണ്ട് അല്ലടാ? ഇവിടെ നിന്നാണ് ഒന്ന് അടിച്ചത്. അത് ശരിയാ കേട്ടോ.
ആ സൈഡ് ചേർത്ത് ആ സൈഡിലൊരു ഉറവയുണ്ടല്ലേ. എൻ്റെ മോനെ ഗൈസ്, ഫിഷ് ഓൺ ഫിഷ് ഓൺ ഫിഷ് ഓൺ. എൻ്റെ പോനടാ ഗൈസ്, ചെറുമീൻ കേട്ടോ, ചെറുമീൻ ഏടാ പൊളി ചെറുമീൻ. അപ്പോൾ ഗൈസ് ദേ നമ്മുടെ കോക്കോയിൽ ഒരു ചെറുമീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ, ചെറുമീൻ അടിപൊളി. അപ്പോൾ നമ്മുടെ ഫ്രോഗ് ഇരുട്ടായ സമയത്താണ്, എടാ ക്യാമറയൊക്കെ ഓണാണെന്ന് നോക്കിക്കടാ. അത് എൻ്റെ കിളി പോടാ പ്രത്യേക ഒരു അടിയാണ് അടിച്ചത്, ഈ തുമ്പത്തൂന്ന്. ആ ഓവിൻ്റെ അല്ലടാ, ദേ ഇവിടെ നീ തുമ്പത്തൂന്ന്. ആ എടാ ക്യാമറ ആണോ ഇടുക്കാച്ച് വെക്കും. എൻ്റെ കോക്കോ ഫ്രോഗ് ആയിരിക്കണം കേട്ടോ, ഫുള്ള് ചപ്പ് വലിച്ച് കയറ്റുന്നുണ്ട്. ദേ റോഡ് വെച്ച് നോക്കിയ ചെറുമീൻ്റെ വലുപ്പം കിണ്ണങ്കാ ചെറുമീൻ കേട്ടോ. നമുക്ക് കുറച്ചാളുകൾ കൂടി ഒരു ചെറുമീൻ കഴിക്കുന്നത് നമ്മൾ പറഞ്ഞോളാം. മീൻ്റെ വായിക്കകത്ത് ഗ്രിപ്പർ കയറ്റിക്കോട്ടെ, ഇപ്പം പെട്ടച്ച് കഴിഞ്ഞാലേ പണി കിട്ടുവേ. തലയെ പിടിച്ചിട്ട് നല്ല ഒന്ന പോണോ ഇതിന്, കളർ തന്നെ ഇല്ലേ? അതെ യെസ്, ഗ്രിപ്പർ ഇട്ടിട്ടുണ്ട് കേട്ടോ. കോക്കോയിൽ ഒരു അടിപൊളി ചിമിട്ടൻ ചെറുമീൻ കിട്ടുന്നുണ്ട് കേട്ടോ. എങ്ങനെ കളിച്ചാലും ഒരു 1.5 കിലോ മണ്ട എന്നൊരു ചെറുമീൻ കേട്ടോ, അല്ല ഹെവി ചെറുമീൻ. എന്താണെന്ന് നമ്മുടെ ഫ്രോഗ് കേട്ടോ വായിക്കകത്ത് കിടുക്കാച്ചയുടെ ഹുക്കപ്പ് ആയിട്ടുണ്ടായിരുന്നു. ഊരി എടുക്കാവേ, പെടച്ച് കഴിഞ്ഞാൽ പോയി. എൻ്റെ പൊന്നുമോനെ ഭയങ്കര അഗ്രസീവ്, അങ്ങനെ നല്ല ആരോഗ്യമാണ്. അഗ്രസീവല്ല, അവൻ്റെ ആരോഗ്യമാണ് കാണിക്കുന്നത്. ഇതേ ഫ്രോഗിൻ്റെ ഒരു കോലം കണ്ടോ, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യണം. ആദ്യം ഞാൻ മീനെ ശരിക്കും കാണിക്കാൻ പറ്റി, ഞാൻ ഫ്രോഗ് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അടിപൊളി ഹെവി ചെറുമീൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവനെ മാറ്റി വെക്കാം, എന്നിട്ട് ഒന്നുകൂടി എറിഞ്ഞ് നോക്കാം. എന്തായാലും ഇരുട്ടാകുന്നതിന് മുന്നേ നമുക്ക് ഒന്നുകൂടെ കിട്ടും നോക്കാം കേട്ടോ. പൊളിച്ചല്ലേ, കോക്ക കൊള്ളാം കേട്ടോ, അടിപൊളി ഫ്രോഗാണ്. അപ്പം ചെറുമീനും വരാലും പിടിക്കാം, നിങ്ങൾക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ ഈ ഫ്രോഗ്, ഒന്നും പറയാനില്ല. നല്ല ഇരുട്ടായിട്ടുണ്ട് അല്ലേ. മൊത്തം കിളികളുടെ സൗണ്ടല്ലേ, എല്ലാ കിളികളും ചേക്കാൻ വേണ്ടി പറക്കും കേട്ടോ. ചന്ദ്രൻ വരെ വന്നു കേട്ടോ. നമ്മളാണെങ്കിൽ അവിടെ നിന്ന് കയറിയിട്ട് ഒരു സ്ട്രീറ്റ് ലൈനിൻ്റെ താഴെ വന്നിക്കോട്ടെ, എന്നിട്ട് വെട്ടമൊന്നുമില്ല. നമ്മുടെ ഫോണിൻ്റെ ഫ്ലാഷ് ഒക്കെ എടുക്കുന്ന കാര്യം, നമ്മളാണെങ്കിൽ ഇന്ന് താമസിച്ചിറങ്ങിയത് ഭയങ്കര വെയിലൊക്കെ ആയതുകൊണ്ട് കേട്ടോ. ഒരു 5 മണി തൊട്ട് ഇറങ്ങിയിട്ട് നമുക്ക് ഇപ്പോഴാണ് കുറച്ച് മീനൊക്കെ അടിച്ചു കേട്ടോ. അപ്പോൾ കിട്ടിയ മീനെല്ലാം ഞാൻ കാണിച്ചിട്ട് നമ്മുടെ കോക്കോയിൽ കേട്ടോ എന്നോണേ പടച്ച് എഴുതുന്നുണ്ട് അവിടെ. ഒരു പോലെ എടാ വരാന്ന് പറഞ്ഞാൽ മുട്ട വരാലോടാ, ഈ വലുപ്പമുണ്ട് ചെറുമീനൊക്കെ. ഇതുണ്ടോ തലയൊക്കെ കാണിച്ചിട്ടാവേ. അയ്യോ ഇതുണ്ടോ നല്ല ഹെവി സൈസ് ചെറുമീൻ കേട്ടോ. ഒരു 2 കിലോ ആയിരിക്കും കേട്ടോ, 1.5 കിലോ അല്ലായിരിക്കും, 2 കിലോ ആയിരിക്കും. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഓക്കെ, ചെറുമീനുണ്ട്. പിന്നെ അതെ വരാല്, അയ്യോ പിടക്കില്ല നല്ല കിടുക്കാച്ച് വരാല് കേട്ടോ. ഇത് കേട്ടോ നല്ല തലവണ്ണം കേട്ടോ, ചത്തു ഊലോടെ പിടച്ച് നല്ല തലവണ്ണമൊക്കെ കേട്ടോ വരാലിൻ്റെ. നല്ല കിടുക്കാച്ച് വരാല കേട്ടോ. ഇതൊക്കെ ഇത് നല്ല അടിപൊളിയായിട്ടുള്ള വിയറ്റ്നാം വാല കേട്ടോ, ഇതല്ല നാടൻ വാല കേട്ടോ. ഓക്കെ, ഇത്ര മീനുണ്ട് കാണിച്ചു തരാം. എന്താ അടുക്കി അല്ല ഓർഡറാക്കി വെക്കാം കേട്ടോ മീനുകളെല്ലാം. ഇപ്പോൾ മാത്രമേ ഇച്ചിരി കുഞ്ഞതായിട്ട്. ഓക്കെ, 1, 2, 3 വരാലും ഒരു ചെറുമീനും കേട്ടോ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ ഫ്രോഗ്, നമ്മുടെ കോക്കോ ഫ്രോഗ് ഒരു രക്ഷയില്ല. ചെറുമീൻ വരാലൊക്കെ പിടിക്കാൻ അടിപൊളിയായിട്ട് സാധനം വർക്ക് ചെയ്യുന്നുണ്ട്, നല്ല കാസ്റ്റിങ്സ് ഉണ്ട്. അതുപോലെ നല്ല അടിപൊളി പടക ഹുക്കപ്പ് ആകുന്നുണ്ട് കേട്ടോ. റബ്ബറിൻ്റെ ക്വാളിറ്റിയും കുഴപ്പമില്ലെന്ന് കാണിച്ചിട്ട് കയറുന്നിട്ട് മീനൊക്കെ അടിച്ചിട്ടേ റബ്ബറിന് ഒരു ക്വാളിറ്റിക്ക് ഒന്നും കുഴപ്പമില്ലെന്ന് ഫോക്കസ് ആയി കാണിച്ചു കേട്ടോ. ഒരു കുഴപ്പമില്ല, ഒരു സീനില്ല, സ്പിന്നറൊന്നും പറഞ്ഞൊന്നും പോയിട്ട് എല്ലാം കൊണ്ടും അടിപൊളി കേട്ടോ. അപ്പോൾ ഒത്തിരി ഒന്നും പറയുന്നില്ല, കാര്യം ഭയങ്കര ഇരുട്ടാണ്, നമുക്ക് തിരിച്ച് വീട്ടിൽ കയറി പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായി നമ്മുടെ ചാനൽ മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സരിക്കുന്ന ബെൽ ബട്ടൺ അവിടേക്ക് എനേബിൾ വെക്കുകയാണെങ്കിൽ നമ്മുടെ വെറൈറ്റി അല്ല അടിപൊളി വീഡിയോസ് ഒക്കെ നോട്ടിഫിക്കേഷൻ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാം, ഷെയർ ചെയ്യാം, കമന്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒരു അടിപൊളി വീഡിയോ കാണാം.